കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മിലാനിലെ ഏറ്റവും വലിയ ഐഫോണിൻ്റെ കടയാണിത്. ഐഫോണിൻ്റെ വില അറിയാമല്ലോ, ലക്ഷത്തിൽ കുറഞ്ഞ ഒരെണ്ണവും ഇല്ല. അപ്പം അതിൻ്റെ പത്രാസാണ്. ഇതിൻ്റെ ബേസ്മെൻറ്റിലാണ് ഈ ഇതുള്ളത്. പക്ഷേ ഭയങ്കര സെൻറ്റർ തന്നെയാണ്. ആ പുറകുവശത്തെ കെട്ടിടമൊക്കെ കണ്ടില്ല. മിലാൻ സെൻറ്റർ എന്ന് പറഞ്ഞാൽ സെൻറ്റർ. അപ്പോൾ ഇതാണ്, എപ്പോഴും ഇങ്ങനെ സ്വരം കേട്ടുകൊണ്ടിരിക്കും. പിന്നെ എനിക്ക് ഇത്തിരി വെള്ളമൊക്കെ ഇഷ്ടമുള്ള ആളാണല്ലോ. എല്ലാവരും വന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കാറുണ്ട്. കാരണം എന്താ പറയുക, തണുപ്പ് ഒരിക്കൽ ഇതിൻ്റെ ചുറ്റുവട്ടം ഒന്ന് കൊണ്ടുപോയി കാണിക്കാം. ബ്യൂട്ടിഫുൾ പ്ലേസാണ് മിലാനിലെ. ഇതിപ്പോൾ ഒരു പുതിയ കെട്ടിടമാണ്, നിങ്ങൾക്ക് കാണാമല്ലോ. ഇത് പഴയ ആ മിലാനിൻ്റെ പ്രൗഢിയാണ് ആ കാണിക്കുന്നത്. ഓക്കെ, കൈയിട്ടോ അങ്ങനെ വെള്ളത്തിൽ കളിച്ചു. നീ അവിടെ വീഴാനുള്ള പണിക്കാണ്. ഈ സ്റ്റെപ്പിലാണ് നമ്മൾ താഴേക്ക് ഇറങ്ങി പോണത്. ഇതിവിടെ ഗ്ലാസ്സാണ്, നമുക്ക് ഇവിടം വരെ ഉള്ളൂ. എന്നെ ആ ഗ്ലാസ്സിനകത്തും എല്ലാം കാണുന്നുണ്ടാവും. ഇവിടെ ഗ്ലാസ്സാണ്. പിന്നെ ഇതാണ്, കണ്ടോ എന്താ ബ്യൂട്ടി ഇല്ലേ. ഇതിങ്ങനെ ഗ്ലാസ്സിലോട്ട് വീഴുന്നു. പിന്നെ ഈ ഭാഗത്ത് ഓക്കെ. പിന്നെ നമുക്ക് ചുറ്റുവട്ടം പോകണമെങ്കിൽ ഇച്ചിരി താമസം എടുക്കും. ഭയങ്കര ബ്യൂട്ടിഫുൾ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വൈകുന്നേരമൊക്കെ ഇവിടെ വരികയാണെങ്കിൽ കുറേ നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കാം. കാറ്റൊക്കെ ഉണ്ട്, പിന്നെ വലിയ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ബ്യൂട്ടി. ഇതാണ് മിലാനിൻ്റെ ബ്യൂട്ടി. പഴയ കെട്ടിടങ്ങളാണ്. അതിൻ്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ ഭയങ്കര എക്സ്ക്വിസിറ്റാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് നിറയെ ആളുണ്ട്. ഷോപ്പിങ്ങിന് ഇറങ്ങിയിരിക്കുന്ന ആൾക്കാരാണ്. പിന്നെ അവധിയും കൂടെ ആണല്ലോ, സ്കൂളിലെ കുട്ടികൾക്ക് അവധി ആയതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ. ബ്യൂട്ടിഫുൾ ഉടുപ്പൊക്കെ ഉണ്ട്. ഇത് ഞമ്മൻ്റെ കളറാണ്. ഈശോ, എവിടെ നിന്ന് നോക്കിയാലും നമ്മുടെ ഈ പള്ളിയാണ് ഇതിൻ്റെ സെൻട്രൽ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അറിയാമല്ലോ, കത്തീഡ്രൽ 12ാം നൂറ്റാണ്ടിലെങ്ങാണ്ട് ഉണ്ടാക്കിയതാണിത്. ഒരിക്കൽ ഇതിനാരാണ്ട് ബോംബിടുന്നൊക്കെ പറഞ്ഞു. മിലാൻ കത്തീഡ്രൽ, ഇത് ഇവിടുത്തെ ഭാഷയിൽ ദുവോമോ എന്നാണ് പറയുന്നത്. അപ്പം എല്ലാ കത്തീഡ്രലും ദുവോമോ എന്ന് തന്നെയാണ് പറഞ്ഞത്. കത്തീഡ്രൽ എന്നുള്ളതിൻ്റെ അനദർ വേർഡാണ്, ഇറ്റാലിയൻ വേർഡാണ് ദുവോമോ എന്നുള്ളത്. നോക്ക്, നമ്മൾ പറയില്ലേ നാരാമൺ കൺവെൻഷനുള്ളത്ര ആളുകളുണ്ട്. അതാണ് സംഭവം. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ടൂറിസ്റ്റിക് സെൻ്ററാണ്. അപ്പം നിറയെ റോഡിലേക്ക് ഇങ്ങനെ ഇറക്കി. ഞാനൊക്കെ ഇടയ്ക്ക് ഇവിടെയൊക്കെ വന്ന് ഒരു ഐസ്ക്രീം ഞാനും പപ്പയും കൂടെ തിന്നാൽ 25 യൂറോ ആകും ഒറ്റ ഒരു ഐസ്ക്രീം. അവിടെ ഇരുന്ന് തിന്നാണെങ്കിൽ വേറെ കാശ്, അല്ലെങ്കിൽ ഫോണിൽ വാങ്ങിക്കൊണ്ട് പോകാം. അതിനങ്ങനെ ഒന്നും പൈസ ആവും. ഈ ഫോണും കൊണ്ട് വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ് എല്ലാവരും തന്നെ. Ti pare che dopo 2 anni questi qua എപ്പോഴും പറയുന്ന നമുക്ക് സ്വർണത്തിലെ ആ മാതാവ് എൻ്റെ മുറിയിൽ നിന്നൊക്കെ കാണാം. മെഡോനീന എന്നാണ് പറയുന്നത്. മെഡോനീന.
ഈ കരബിനിയേറി എന്ന് പറഞ്ഞ് ഈ പോണ വാന് അതാണ് പോലീസും പട്ടാളവും ഒക്കെയാണ്. പോലീസാണ് കരബിനിയർ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേറ്റ് പോലീസ്, സെൻട്രൽ പോലീസ് എന്ന് പറയുന്നത് അതാണത്. പിന്നെ ഒരു നീല കാറിലുള്ളത് സ്റ്റേറ്റ് പോലീസാണ്. ക്രൈസ്തലോ ഇതിങ്ങനെ ഇവിടെ വരുന്നത് തന്നെ നല്ല അതാ പോണവരാ. പാവം വെള്ളം കുടിക്കണം, വെള്ളം കുടിക്കണം. അതിനാണ് ഇങ്ങനെ നമുക്ക് പാത്രം ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് വെള്ളം ഇങ്ങനെ 24 hours ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തണുത്ത ഫ്രിഡ്ജ് വാട്ടറാണ് വരുന്നത്. ഫ്രിഡ്ജ് എന്നുള്ളത് പോലെ തണുപ്പാണ്. അതെങ്ങനെ അതിൻ്റെ സംവിധാനം എന്നറിയില്ല. അതുകൊണ്ട് ആൾക്കാരെല്ലാം നമ്മളൊരു കുപ്പി കൊണ്ടുവന്നാൽ മതിയല്ലേ, വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് തീരുമ്പോൾ ഇവിടെ ഈ ഇറ്റലി മുഴുവനും എല്ലായിടത്തും അങ്ങനെ വെച്ചിട്ടുണ്ട്. റോമിലൊക്കെ പോവുകയാണെങ്കിലും കാണാം, അതൊരിക്കലും നിൽക്കില്ല വെള്ളം. അപ്പോൾ നമുക്ക് ആർക്ക് വേണേലും പിടിക്കാൻ അത് ഉപയോഗിക്കാം. നമ്മുടെ പാവം ഈ ആളും പോലും ഇത് തന്നെയാണ് വെള്ളം കുടിക്കുന്ന കുടിച്ചാട്ടോ. കഷ്ടമുണ്ട്, അതിന് നല്ലതായിട്ട് ദാഹം ഉണ്ടായിരുന്നു. കണ്ടോ ഇത് ഈ പള്ളിയുടെ മേൽവശത്ത് മരോണം നിൽക്കുന്ന കണ്ടില്ലേ, അവിടേക്ക് പോകാനായിട്ടാണ്. ലിഫ്റ്റാണത്. അതിൽ കയറി മേളിലോട്ട് പോകാൻ നടന്നു കയറുന്നവരും ഉണ്ട്. അതിനുള്ള ധൈര്യം വേണം. ഈ ഒരു സ്ഥലത്ത് 1 മിനിറ്റിൽ തന്നെ നമുക്ക് 10 ഡിഫറെൻറ്റ് ആൾക്കാരെ കാണാം. അതായത് 10 ഡിഫറെൻറ്റ് രാജ്യങ്ങളെന്നുള്ളവരെ നമുക്ക് കാണാൻ പറ്റും. ആഫ്രിക്ക തൊട്ട് ഇന്നാളെ ഞാനൊരു വീഡിയോയിൽ കണ്ടില്ലായിരുന്നു, മങ്ക് എവിടെയാണ് തായ്ലൻഡ് ആ ഭാഗത്ത് നിന്നുള്ളത്, അങ്ങനെയുള്ള ആൾക്കാർ. ഞാൻ എന്നിട്ട് പോയി ചോദിച്ചു, നേപ്പാളാണ്. ഇത് നടന്നു കയറാനുള്ള സ്ഥലമാണ്. നമ്മൾ പോലീസൊക്കെ പട്ടാളവും പരിശോധിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൽ കയറാൻ വേണ്ടിയിട്ടാണ് ഇത് നടന്ന് കയറുന്ന. മറ്റേത് പൈസ കൊടുത്തിട്ട് ഇതിൽ കയറണം, ലിഫ്റ്റിൽ. കണ്ടോ, സ്കാല എന്ന് പറഞ്ഞാൽ സ്റ്റെയറാണെന്ന് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ടല്ലേ. സ്റ്റെയർ വഴി കയറാനുള്ള ഗേറ്റാണിത്. അത് അവിടെ എഴുതിയിട്ടുണ്ട് സ്റ്റെയർ എന്നുള്ളത്. ഞാനൊന്നും ഇതുവരെ കയറിയിട്ടില്ല. ഈയിടെ ഒരാൾ അതിൻ്റെ മണ്ടയ്ക്ക് കയറി, ഒരു ശ്രീലങ്കൻ ബ്യൂട്ടിഫുൾ ലേഡിയായിരുന്നു, അല്ല ശ്രീന്മാ നടി പോലെ ഇരുന്നു. അതിനെ കൊന്ന്, എന്തൊക്കെയോ കാര്യമെന്ന് അറിയത്തില്ല, അതിനെ കൊന്നിട്ട് പിന്നെ ഇയാൾ ഇതിൻ്റെ മണ്ടയ്ക്ക് കയറി, ഇതേ അത്രയും മണ്ടയ്ക്ക് കേട്ടോ. അതിൻ്റെ മണ്ടയ്ക്ക് താഴേക്ക് ചാടി മരിച്ച്, പൊടി പോലും കിട്ടിയില്ല. ഇതിൻ്റെ മണ്ടയ്ക്ക് ഒത്തിരി പേരങ്ങനെ കയറിയിട്ട് ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അയ്യോടാ പാവം കുട്ടി കിടക്കാണ്. ഇതിങ്ങനെ 3 നില താഴെയാണ്. അണ്ടർഗ്രൗണ്ട് മിക്കവാറും ഉണ്ടാകുക. ദൂ ഓമോ എഴുതി വെച്ചിരിക്കുന്ന ആടല്ല, ദൂ ഓമോ. അതാണ് മിലാനോ മെട്രോ ആണ്. ഐഷ അത് ചൈനക്കാർ. എല്ലാവരും കുപ്പിയിൽ വെള്ളം കുടിക്കുന്നുണ്ട്, കണ്ടില്ല? എല്ലായിടത്തും ഭയങ്കര ചൂടാണ്. കുപ്പി വെള്ളമായിട്ടാണ് നടക്കുന്നത്. ഞാനാണെങ്കിൽ 2 കുപ്പി എടുത്തിട്ടുണ്ട്. അത് പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുവന്നാട്ടോ. ഇത് പള്ളിയിൽ വിസിറ്റിങ് കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ആൾക്കാർ. നല്ല പള്ളിയുടെ മുൻവശം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇത് പല പ്രാവശ്യവും ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്.
صوري لها مسكينة. Luis, dan gewoon even hadden. Dat nog niet. കയറാനുള്ള ആൾക്കാരുടെ ലൈനാണ് അപ്പം. ഞാനതെല്ലാം നടന്നു വരുന്നത് കണ്ണാടി കൂടെ.